എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫസ്റ്റ് വെർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എഫ് ഈസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ഫ്രം ജി ടു സി. ഗാമ ഈസ് എ ക്ലോസ്ഡ് റെക്ടിഫൈബിൾ കർവ് വിത്ത് ദ കണ്ടീഷൻ എന്താ, വൈൻഡിങ് നമ്പർ എന്ന് പറയുന്നത് ഈ ജിക്ക് പുറത്തുള്ള ഏത് ഡബ്ല്യു എടുത്താലും ദ വാല്യൂ ഓഫ് ദ വൈൻഡിങ് നമ്പർ ഈസ് 0. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ then for any a belongs to g minus gamma. ഈ a belongs to g minus gamma ആലോചിക്കാൻ ഈ ഒരു ഫാക്ടർ ഡിഫൈൻഡ് ആകണമെങ്കിൽ z a ആകാൻ പാടില്ല അല്ലെ. അപ്പൊ അതായത് z നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, ഗാമയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ അത് ആലോചിച്ചാൽ മതി. അപ്പോ ഫോർ എനി a belongs to g minus gamma, this quantity n gamma a into f of a is 1 by 2 pi I integral over gamma f of z by z minus a dz. ഇതിന്റെ പ്രൂഫിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഫൈ എന്ന് പറയുന്ന ഈ രീതിയിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ഫൈ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നും പിന്നെ ഓരോ ഡബ്ല്യു ഫിക്സ് ചെയ്യുമ്പോഴും ഇസഡ് മാപ്സ് ടു ഫൈ ഓഫ് ഇസഡ് ഡബ്ല്യു ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്നും ഉള്ള ഐഡിയ ആണ് ഉപയോഗിച്ചത്. അതുപയോഗിച്ച് നമ്മൾ ജി എന്ന് പറയുന്ന ഒരു എൻറ്റയർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ജി ബൗണ്ടഡ് ആണെന്ന് കാണിച്ചു. ആ ജി ബൗണ്ടഡും ആണ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇൻഫിനിറ്റി ജി ഓഫ് ഇസഡ് 0യുമാണ് എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി, ലവ്ലീസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ അത് എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ലവ്ലീസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ജി ഐഡന്റിക്കലി ഈക്വൽ ടു 0 വന്നു. അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഫോർമുല ഡിറൈവ് ചെയ്യാം. അപ്പൊ അടുത്തതിന്റെ സെക്കൻഡ് വെർഷൻ എന്ന് പറയുന്നത് ഇതിന്റെ അവിടെ നമുക്ക് ഒരു കർവേ ഉള്ളായിരുന്നു, ഒരു ക്ലോസ്ഡ് റെക്ടിഫൈബിൾ കർവേ ഉള്ളായിരുന്നു. സപ്പോസ് നിങ്ങൾക്ക് ഒരു ഒന്നിൽ കൂടുതൽ കർവ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ജി എന്ന് പറയുന്ന ഈ റീജിയൻ, ഇവിടെ ഞാൻ ഇതൊരു ഗാമ 1, ഇത് ഗാമ 2, ഇത് ഗാമ 3, ഇങ്ങനെ 3 കർവ് ഉണ്ടെങ്കിൽ വിത്ത് ദ കണ്ടീഷൻ ഈ 3 കർവിലെയും ഒരു എൻ ഗാമയുടെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കണം ഫോർ ഓൾ ഇസഡ് ബിലോങ്സ് ടു. അതായത് സി മൈനസ് ജി ഇവിടുന്ന് ഒരു ഡബ്ല്യു എടുത്തു കഴിഞ്ഞാൽ ദ സം ഓഫ് ദിസ് കറസ്പോണ്ടിങ് വൈൻഡിങ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 0. ഈ ഒരു അഡീഷണൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എ ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to m n ഓഫ് ഗാമ കെ എ ഈസ് ഈക്വൽ ടു 1 by 2 pi I. 1 by 2 pi I അല്ലെങ്കിൽ 2 pi I into f of a into this is exactly sum of the corresponding integrals. Here a നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, a എന്ന് പറയുന്നത് ഈ ഗാമയിലൊന്നും വരാത്ത രീതിയിൽ ഒരു a ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നിന്ന് ഗാമ 1, ഗാമ 2, ഗാമ 3 ഇതിന്റെ യൂണിയനിൽ വരാത്ത രീതിയിൽ ഒരു a ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ദിസ് ഇന്റഗ്രൽ ഫോർമുല. ഇത് അതിന്റെ ജനറൽ വെർഷനാണ്. ഇതില് ഒരു കർവ് ഉള്ളപ്പോഴാണ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത്. ഇതിന്റെ പ്രൂഫ് എക്സാക്ട്ലി സെയിം രീതിയിൽ തന്നെയാണ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, എച്ച് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു. അതായത് ഈ സമ്മ് 0 ആകുന്ന ഇസഡുകളുടെ കളക്ഷൻ മുഴുവൻ എടുക്കുന്നു. ഇസഡ് ഇവിടെ എലിമെന്റ് ഓഫ് സി ആണ്, ജിയിലെ ഇത് മാത്രമല്ല. സെറ്റ് ഓഫ് ആൾ ഇസഡ് ബിലോങ്സ് ടു സി സച്ച് ദാറ്റ് ദ സം ഓഫ് ദിസ് വൈൻഡിങ് നമ്പർ വാല്യൂസ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇത് ഓരോന്നും ഇന്റിജർ ആയതുകൊണ്ട് ഈ സമ്മും ഇന്റിജർ ആണ്. അപ്പൊ ഇസഡ് മാപ്സ് ടു ദിസ് ഈസ് എ കണ്ടിന്യൂസ് ഇന്റഗ്രൽ വാല്യൂഡ് ഫംഗ്ഷൻ. വൈ ദിസ് ഈസ് കണ്ടിന്യൂസ്, ഈ ഓരോ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് അതിന്റെ സമ്മ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എച്ച് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും, കാരണം ഇസഡിനെ ഡിസ്ക്രീറ്റ് ടോപ്പോളജി ആയതുകൊണ്ട്. ഇൻവേഴ്സ് ഇമേജ് ഓഫ് സെറ്റ് 0 എന്ന് പറയുന്നത് ഓപ്പണും ആയിരിക്കും ക്ലോസ്ഡും ആയിരിക്കും. ഇനി ബൈ ദ ഗിവൺ കണ്ടീഷൻ എച്ച് യൂണിയൻ ജി എന്ന് പറയുന്നത് എന്താണ്, സി ആണ് അല്ലെ. കാരണം സി മൈനസ് ജിയിലെ ഏത് എടുത്താലും ഈ സമ്മ്, ഈ കറസ്പോണ്ടിങ് സമ്മ്, അതായത് സി മൈനസ് ജി എച്ചിനകത്ത് കണ്ടെയ്ൻഡ് ആണ്. പിന്നെ ജിയും കൂടെ എടുക്കുമ്പോൾ എന്തായി, മൊത്തം സി ആയി അല്ലെ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സാക്ട്ലി സെയിം ഫൈ ഡിഫൈൻ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്, പുതുതായിട്ടൊന്നുമില്ല. അതിന് എന്ത് കിട്ടും, ഫൈ എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. തൊട്ട് മുമ്പത്തെ പ്രൂഫിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്.
ഇനി ഇവിടെ ജി ഡിഫൈൻ ചെയ്യുമ്പോൾ നേരത്തെ ഡിഫൈൻ ചെയ്തതിന് വ്യത്യാസമായിട്ട് നേരത്തെ എന്തായിരുന്നു, ഒറ്റ കർവേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഇത്ര പോർഷൻ മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ എം കർവുകൾ കൊണ്ട്, അപ്പൊ അതിന്റെ ആ സം, കറസ്പോണ്ടിങ് സം ആണ് എന്റെ ജി ഓഫ് ഇസഡ് ഫോർ ഇസഡ് ബിലോങ്സ് ടു ജി. ഇസഡ് എച്ചിലാണെങ്കിൽ നേരത്തെ ഇത് മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പൊ ആ സമ്മും കൂടെ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇന്റർസെക്ഷനിൽ ഇത് രണ്ട് വാല്യൂസും ഈക്വൽ ആണെന്ന് പറയണം, എന്നാലേ ജി എന്താവുള്ളൂ, വെൽ ഡിഫൈൻഡ് ആകുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഇഫ് ഇസഡ് ബിലോങ്സ് ടു ജി ഇന്റർസെക്ഷൻ എച്ച്, നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ സെയിം കാൽക്കുലേഷൻ ആണ്, ഈ സമ്മേഷൻ അഡീഷനിൽ വരുന്നതേ ഉള്ളൂ. നിങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ രണ്ട് വാല്യൂവും പരസ്പരം ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ജി എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, hence the two functions, two definitions of G agrees on G intersection H. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്പോ വെൽ ഡിഫൈൻഡ് ആണ്. അതുപോലെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ജി ഈസ് കണ്ടിന്യൂസ് ഓൺ സി ആൻഡ് ആൾസോ ബൈ എ നോൺ റിസൾട്ട്, അതായത് 305 അല്ലെ, ആ ഒരു 305 FM നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ജി ഈസ് അനാലിറ്റിക് ഓൺ സി. അപ്പൊ അത് ഇന്റയർ ഫംഗ്ഷൻ ആയി. ഇനി നമ്മുടെ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് അൺബൗണ്ടഡ് വൈൻഡിങ് നമ്പറിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് അൺബൗണ്ടഡ് കമ്പോണന്റിൽ അത് ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എച്ച് നൈബർഹുഡ് ഓഫ് ഇൻഫിനിറ്റിയെ കണ്ടെയ്ൻ ചെയ്യും. സോ ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ദിസ് സെറ്റ്. And also using the fact that limit z tends to infinity 1 by w minus z is equal to 0 uniformly on w belongs to gamma, trace of gamma, we will get limit z tends to infinity g of z is 0. അപ്പോൾ ഒരു മോഡ് z ഈക്വൽ ടു ആർ പ്രൈം, മോഡ് z ഈക്വൽ ടു ആർ പ്രൈം എന്ന് പറയുന്ന സർക്കിളിന്റെ ഔട്ട്സൈഡിൽ എനിക്ക് ഇത് ഒന്നിനെക്കാളും ചെറുതാക്കാൻ പറ്റും. യു ക്യാൻ ചൂസ് ആർ പ്രൈം. ഓൾറെഡി ഈ കോമ്പാക്ട് സെറ്റിൽ അത് ബൗണ്ടഡ് ആണ്, ലെവൽ 0 അനുസരിച്ച് ജി കോൺസ്റ്റന്റ് ആവും. പക്ഷേ ലിമിറ്റ് z ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ജി ഓഫ് z 0 ആയതുകൊണ്ട് വി വിൽ കൺക്ലൂഡ് ദാറ്റ് ജി ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു ദ റിക്വയർഡ് റിസൾട്ട്. അപ്പൊ രണ്ടും സെയിം പ്രൂഫ് ആണ്. ഞാൻ 2 തവണ പറഞ്ഞത് ആ ഐഡിയ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ പ്രൂഫ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടും. അതിലൊന്ന് കോഷീസ് തിയറം. കോഷീസ് തിയറം നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചപ്പോ മുതൽ നിങ്ങൾ പഠിച്ചതാണ്. അതായത് ഒരു ക്ലോസ്ഡ് സർക്കിൾ എടുത്താൽ, അല്ലെ, ഒരു ക്ലോസ്ഡ് സർക്കിൾ എടുത്താൽ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അതിന്റെ ഇന്റീരിയറിലും ആ സർക്കിളിലും അത് അനലിറ്റിക് ആണെങ്കിൽ ഇന്റഗ്രൽ 0 ആയിരിക്കും. ഇതാണ് നിങ്ങൾ പഠിച്ച കോഷീസ് തിയറം എന്ന് പറഞ്ഞ കാര്യം. ഇവിടെ നമ്മൾ ഇതിന്റെ ജനറൽ വെർഷൻ ആണ് പഠിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു സർക്കിൾ, ക്ലോസ്ഡ് സർക്കിൾ ആകണമെന്നില്ല. എന്റെ റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ആൻ ആർബിട്രറി റീജിയൻ, ഓപ്പൺ കണക്റ്റഡ് റീജിയൻ. അപ്പോൾ എന്നിട്ട് അതിനകത്ത് നമ്മളൊരു ക്ലോസ്ഡ് കർവ് എടുക്കുന്നു, റെക്ടിഫയബിൾ കർവ് ഗാമ എടുക്കുന്നു. ഇവിടെ കോഷീസ് തിയറം വാലിഡ് ആവണമെങ്കിൽ നമുക്കൊരു അഡീഷണൽ കണ്ടീഷനും കൂടെ വേണം, വൈൻഡിങ് നമ്പറിന്റെ കണ്ടീഷൻ. അതായത് ഇതിന് പുറത്ത് ഏത് ഇസഡ് എടുത്താലും ഗാമയ്ക്ക് വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള വൈൻഡിങ് നമ്പർ എൻ ഗാമ ഇസഡ് 0 ആയിരിക്കണം. ഈ ഒരു അഡീഷണൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഡബ്ല്യു ഡി ഡബ്ല്യു എന്ന് പറയുന്നത് 0 ആയിരിക്കും ഫോർ എനി അനലിറ്റിക് ഫംഗ്ഷൻ ജി. ഇതാണ് ജനറലൈസ്ഡ് വെർഷൻ ഓഫ് കോഷീസ് തിയറം. നമ്മൾ ഇതിന്റെ തന്നെ ഒരു 2-3 വെർഷൻസ് പഠിക്കും. ഇതിലും കൂടുതൽ കുറച്ചുകൂടെ ജനറലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു കോണ്ടെക്സ്റ്റിൽ ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഡിഗ്രിക്ക് നിങ്ങൾ പഠിച്ച സർക്കിളിന്റെ കേസിൽ പഠിച്ച കോഷീസ് തിയറത്തിന്റെ ജനറൽ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്.
ഇത്രയേ ഉള്ളൂ. യു കൺസിഡർ ഇൻസ്റ്റെഡ് ഓഫ് എഫ്, നമ്മുടെ കയ്യിൽ എഫ് നമ്മുടെ കയ്യിലുണ്ട്. വിത്ത് ദിസ് കണ്ടീഷൻ you consider the function capital F defined by f of z into z minus a. ഓക്കെ, അപ്പോൾ ഇത് എഫ് അനലിറ്റിക് ആയതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റും എന്താണ്, അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് എന്താണ് ഇന്റഗ്രൽ ഫോർമുല എന്താ പറയുന്നത്? നമ്മുടെ ആദ്യത്തെ വെർഷൻ f of a into n gamma a is 1 by 2 pi I integral over gamma f of w by w minus a dw. ഇതല്ലേ? ഞാനിത് ക്യാപിറ്റൽ എഫിനാണ് അപ്ലൈ ചെയ്യുന്നത്, സോറി, സ്മോൾ എഫിനല്ല. ഐ എം അപ്ലൈയിങ് കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ക്യാപിറ്റൽ എഫ്. What is f of a? f of a എന്ന് പറയുന്നത് 0 ആണ്. സോ 0 ഈക്വൽ ടു 1 by 2 pi I ഇന്റഗ്രൽ ഓവർ ഗാമ. എഫ് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു മൈനസ് എ ബൈ ഡബ്ല്യു മൈനസ് എ ഡി ഡബ്ല്യു. ഡബ്ല്യു ഡബ്ല്യു മൈനസ് എയും ക്യാൻസൽ ആയിട്ട് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഡബ്ല്യു ഡി ഡബ്ല്യു എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0 കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുലയുടെ ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇത് ഒറ്റ കർവ് ഗാമ മാത്രമേ ഉള്ളൂ. ഇതിനെയും എനിക്ക് വേണമെങ്കിൽ ജനറലൈസ് ചെയ്യാം, കാരണം കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുലയുടെ ജനറൽ വെർഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഗസ് ദ ജനറലൈസ്ഡ് വെർഷൻ ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ്. അത് ഞാനിവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. പുസ്തകത്തിൽ 5.7 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുക. അവിടെ യൂസ് ദ ഐഡിയ ഇൻ 308 ടു പ്രൂവ്. സോ ദെയർ യു ഹാവ് ടു യൂസ് 307. ഇവിടെ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുലയുടെ ജനറൽ വെർഷൻ അല്ല, ഒന്നിൽ കൂടുതൽ ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഈ 507 പറയുന്നത്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് അവിടെ പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഞാൻ അത് താഴോട്ട് അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് എക്സസൈസ് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതിന്റെ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുലയുടെ ജനറലൈസ്ഡ് വെർഷൻ ആണ്. ലെറ്റ് ജി ബി ആൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് ദ പ്ലെയിൻ ആൻഡ് എഫ് ഫ്രം ജി ടു സി ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. Suppose gamma 1, gamma 2, etc. gamma m are closed rectifiable curves in G such that sum of the winding numbers are 0 for all w in C minus G. ഇതെല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ അതേ ഹൈപ്പോത്തിസിസ് തന്നെയാണ്. ആവർത്തിച്ച് ഈ സെയിം ഹൈപ്പോത്തിസിസ് കണ്ടുമ്പോൾ അത് മറന്നു പോവാതിരിക്കുക. മീൻസ് പലതാവർത്തി കാണുമ്പോൾ മറന്നു പോവാതിരിക്കും. സെയിം ഹൈപ്പോത്തിസിസ് തന്നെയാണ് ത്രൂ ഔട്ട് എല്ലായിടത്തും വരുന്നത്. Now you take a belongs to G minus gamma 1 union etc. union gamma m. Okay. Then നേരത്തെ നമ്മൾ എഫ് ഓഫ് എയുടെ കാര്യമാണ് പറയുന്നത്. ഇത് kth ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എ ഇൻറ്റു സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n n gamma j a is k factorial into summation j equal to 1 to m 1 by 2 pi I integral over gamma j f of w by w minus a raised to k plus 1 dw. ഇതില് ഒരു കർവ് മാത്രം ഉള്ളപ്പോ എന്താ, അല്ലെങ്കിൽ കെ ഈക്വൽ ടു 0 ആവുമ്പോ എന്താ വരിക? കെ ഈക്വൽ ടു 0 ആവുമ്പോ ഇഫ് കെ ഈക്വൽ ടു 0 എന്താവും? എഫ് ഓഫ് എ സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to m n gamma j a is equal to 0 factorial 1 ആവും. j equal to 1 to m 1 by 2 pi I integral over gamma j f of w by w minus a dw അല്ലെ? ഇതാണ് ഏതാ നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് പറഞ്ഞ ഈ സാധനം 5.7. 5.7 നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത് k ഈക്വൽ ടു 0 ആയിട്ടുള്ള കേസാണ്. ഓക്കെ, ഇൻഫാക്ട് ഇറ്റ് ഈസ് 309, 307 അല്ല, 309. k ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസാണ് നമ്മുടെ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല. ഇതില് ഒരു കർവ് മാത്രം ഉള്ളതാണ് ഞാനിവിടെ എന്താണ്
ഐ എം സോറി റിയലി സോറി. 507 എന്ന് പറയുന്ന കോഷീസ് തിയറത്തിന്റെ കറസ്പോണ്ടിങ് ജനറലൈസേഷൻ ആണ്. ഞാനത് അവിടെ സ്റ്റേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അത് കൺഫ്യൂഷൻ ആയത്. ഇത് 307 തന്നെയാണ്. 307 തന്നെയാണ്. ഇറ്റ് ഈസ് 307. k ഈക്വൽ ടു 0 വരുന്ന കേസ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അതാണല്ലോ രണ്ടിന്റെയും പ്രൂഫ് പറഞ്ഞത്, ഒരു കർവുള്ളതും ഒന്നിൽ കൂടുതൽ കർവുള്ളതും. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് എഴുതി അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ക്ലിയർ ആയിരിക്കും. ഞാനിത് ഒരുമിച്ച് കാണാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മിസ്റ്റേക്ക് വന്നതാണ്. ഇത് 507 എന്ന് പറയുന്നത് ഈ കോഷീസ് തിയറത്തിൽ ഒന്നിൽ കൂടുതൽ കർവ്, ഒന്നിൽ കൂടുതൽ ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് വരുമ്പോൾ ഉള്ള കേസാണ് 5.7 എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ അത് മനസ്സിലാവും. ഓൾ റൈറ്റ്, അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ കിട്ടിയ ഇന്റഗ്രലില് രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതായത് ഈ 307 രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ ആ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന റിസൾട്ട് നമ്മൾ 305 ഒരു റിസൾട്ട് ലെമ്മ പ്രൂവ് ചെയ്തിരുന്നു. സപ്പോസ് യു ഹാവ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫൈ ഡിഫൈൻഡ് ഓൺ ദ ട്രൈസ് ഓഫ് ഗാമ. എന്നിട്ട് എഫ് എം എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ ഈ എഫ് എം അനലിറ്റിക് ആകുമെന്നും അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എം ടൈംസ് എഫ് എം പ്ലസ് 1 ഓഫ് ഇസഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലെ. അപ്പൊ ഈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയിൽ വരുന്ന ഈ ഇന്റഗ്രൽ, ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എഫ് എമ്മിന്റെ ഫോമിലല്ലേ, എം ഈക്വൽ ടു 1 ആവുന്ന കേസാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഞാൻ ത്രൂ ഔട്ട് ഇതിനെ ഡെറിവേറ്റീവ് കാണുമ്പോൾ, ഇതിൽ ത്രൂ ഔട്ട് ഞാൻ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും? 2πi ഉണ്ട്, എഫ് പ്രൈം ഓഫ് എ ഉണ്ട്, ഇത് കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? എമ്മിന് വരെ എം പ്ലസ് 1 കൊടുത്താൽ മതി. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 2πi എഫ് പ്രൈം ഓഫ് എ ഇൻറ്റു ദിസ്, എമ്മിന് വരം എന്ത് എഴുതി? എം പ്ലസ് 1, അതായത് 1 വരെ ഇവിടെ 2 ആയി. ഇത് അടുത്ത ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും? അടുത്ത ഡെറിവേറ്റീവ് കാണുമ്പോൾ ദിസ് ബിക്കംസ് 2πi f2 of a summation j equal to 1 to m n gamma. ഇത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എന്ത് വരും? ഇത് m equal to 2 ആണ്. അപ്പം ഡെറിവേറ്റീവ് എന്താ? m ടൈംസ് എഫ് എം പ്ലസ് 1. അപ്പോൾ 2 ടൈംസ് സമ്മേഷൻ j equal to 1 to m ഇന്റഗ്രൽ ഗാമ j f of w by w minus a raised cube dw. അപ്പൊ നമ്മുടെ റിസൾട്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? k ടൈംസ് ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും? അവിടെ ഒരു k ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ടൈം വരും അല്ലെ. അടുത്തതിലൊരു 2 into 3 വരും, ഇവിടെ 4 ആവും. അങ്ങനെ k ടൈംസ് ഡെറിവേറ്റീവ് കാണുമ്പോൾ യു വിൽ ഗെറ്റ് k ഫാക്ടോറിയൽ ഇൻറ്റു ദിസ് ടൈം. ഓക്കെ, അപ്പൊ ഇതാണ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയുടെ ജനറൽ ഫോം. ഇതില് m is equal to 1 ഒരു കർവ് മാത്രം ഉള്ളുവെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് റിസൾട്ട്. ദിസ് ആൾസോ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. kth derivative at a into n gamma a k is equal to k factorial by 2πi integral over gamma f of w by w minus a raised to k plus 1 dw. ഇത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതാണ്. അവിടെ ഈ ഒരു ടേം ഇല്ലെന്നേ ഉള്ളൂ അല്ലെ. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞ അവിടെ നിങ്ങൾ പഠിക്കുന്ന ഒരു റിസൾട്ട് ഇതാണ്. ഫൈനലി ഈ ഒരു സെക്ഷനില് മൊറേറാസ് തിയറം എന്ന് പറഞ്ഞാൽ യു ക്യാൻ കൺസിഡർ ആസ് കോൺവേഴ്സ് ഓഫ് കോഷീസ് തിയറം. കോഷീസ് തിയറം പറയുന്നത് എഫ് അനലിറ്റിക് ആണെങ്കിൽ ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവില് ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയിരിക്കും എന്നാണ്. ഈ മൊറേറാസ് തിയറം ഡീൽ ചെയ്യുന്നത് സപ്പോസ് ക്ലോസ്ഡ് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവില് ഇന്റഗ്രൽ 0 ആണെങ്കിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണോ? അതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഇതിന്റെ പ്രൂഫും വളരെ interesting ആണ്. So let G be a region and let f from G to C be a continuous function such that integral over T f is equal to 0 for every triangular path T in G. Actually നിങ്ങൾക്ക് അവിടെ എല്ലാ ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ട്രയാങ്കുലർ പാത്ത് മാത്രം എടുത്താൽ മതി. ഇങ്ങനെ വരുന്ന ട്രയാങ്കുലർ പാത്ത് അല്ലെ, ട്രയാങ്കുലർ പാത്തുകൾ മാത്രം എടുത്താൽ മതി. അതിൽ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് അനലിറ്റിക് ആയിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത ഹൈപ്പോസിൽ ജി റീജിയൻ ആയിരിക്കണം, എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. ഇത് രണ്ട് കാര്യങ്ങൾ വേണം. ഓക്കെ, സോ വാട്ട് ഈസ് എ പ്രൂഫ്? അപ്പോ എനിക്ക് ആ ഒരു റീജിയനിൽ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഒരു റീജിയനിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആകണമെങ്കിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ ഒരു നൈബർഹുഡിൽ ഇത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം അല്ലെ.
അപ്പോൾ അനലിറ്റിക് എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു റീജിയനിൽ അനലിറ്റിക് എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഈസ് അനലിറ്റിക് ഓൺ ഈച്ച് ഓപ്പൺ ഡിസ്ക് കണ്ടെയ്ൻഡ് ഇൻ ജി എന്ന് കാണിച്ചാൽ മതി അല്ലെ? ഓരോ ഓപ്പൺ ഡിസ്കിലും ആർബിട്രറി ഓപ്പൺ ഡിസ്കിൽ അനലിറ്റിക് ആണെങ്കിൽ അതിന്റെ അർത്ഥം മൊത്തം ജിയിലും അത് അനലിറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി വി മേ അസ്യൂം ദാറ്റ് ജി ഈസ് ആൻ ഓപ്പൺ ഡിസ്ക്. ഓപ്പൺ ഡിസ്കിന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജി ഈസ് അനലിറ്റിക് ഓൺ ദ എൻറ്റയർ റീജിയൻ. അപ്പൊ ഇവിടുത്തെ ഐഡിയ എന്ന് പറയുന്നത് എഫിന് ഒരു പ്രിമിറ്റീവ് ഉണ്ടെന്ന് കാണിക്കുക. ദാറ്റ് ഈസ് there exists capital F from G to C with f prime of z equal to f of z. ഇങ്ങനെ കാണിച്ചാൽ ഒരു ഗുണം എന്താണെന്നറിയാമോ? ഓൾറെഡി എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ക്യാപിറ്റൽ എഫിന് ഡെറിവേറ്റീവ് ഉണ്ട്, ആ ഡെറിവേറ്റീവ് കണ്ടിന്യൂസും ആണ്. അപ്പൊ നമ്മുടെ അനലിറ്റിക് ഫംഗ്ഷന്റെ ഒറിജിനൽ ഡെഫിനിഷൻ എന്താ? കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആകണം അല്ലെ? ഒരു ഡൊമൈനിനകത്ത്, ഒരു ഓപ്പൺ ഡിസ്കിനകത്ത് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, ഒരു പോയിന്റ് തന്നാൽ അതിന്റെ ഒരു നൈബർഹുഡിൽ അത് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിനെയാണ് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്യാപിറ്റൽ എഫ് ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ എഫ് എന്താവും? ഓട്ടോമാറ്റിക്കലി അനലിറ്റിക് ആവും. പക്ഷേ നമ്മൾ ഓൾറെഡി പവർ സീരീസിന്റെ സഹായത്തോടെ നമ്മൾ മനസ്സിലാക്കി ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫിന്റെ ഡെറിവേറ്റീവ് ആയ സ്മാൾ എഫ് എന്താവും? അനലിറ്റിക് ആവും. സോ ദാറ്റ് ഈസ് ഐഡിയ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജോമെട്രിക്കൽ പ്രൂഫ് ആണിത്. ഫിക്സ് എ പോയിന്റ് ഇസഡ് നോട്ട് ബിലോങ്സ് ടു ജി. ജിയിൽ ഒരു ഇസഡ് നോട്ട് ഫിക്സ് ചെയ്യാം. അപ്പൊ എനിക്കൊരു ക്യാപിറ്റൽ എഫ് വേണം അല്ലെ? ഞാൻ ക്യാപിറ്റൽ എഫ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരു ഇസഡ് എടുത്തു, ഈ ഇസഡിൽ എന്റെ ക്യാപിറ്റൽ എഫ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ലൈൻ സെഗ്മെന്റ് എടുക്കുക. അതാണ് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിൽ ഇസഡ് നോട്ട് ഇസഡ്, ഇസഡ് നോട്ടിൽ നിന്നും ഇസഡിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്. എന്നിട്ട് എങ്ങനെയാണ് ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഡിഫൈൻ ചെയ്യുന്നത്? ഇന്റഗ്രൽ, ഈ ഒരു ലൈൻ സെഗ്മെന്റിൽ കൂടെ ഉള്ള ഇന്റഗ്രൽ എഫ് ഓഫ് ഡബ്ല്യു ഡി ഡബ്ല്യു. So this is the definition of my capital F of S Z. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഈ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡിന് എനിക്ക് വേണ്ട പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് now take a point Z belongs to G. എന്നിട്ട് ഒരു Z പ്ലസ് എച്ച് കൊടുക്കുക. എനിക്ക് ആ ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇസഡ് പ്ലസ് എച്ചും ജിക്ക് അകത്ത് കിടന്നിട്ടല്ലേ കാര്യമുള്ളൂ അല്ലെ? ജിക്ക് പുറത്തൊരു ഇതെടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എനിക്കിവിടെ ഒരു ട്രയാങ്കുലർ പാത്ത് കിട്ടും അല്ലെ? നമ്മളെ ഹൈപ്പോത്തിസ് ട്രയാങ്കുലർ പാത്തുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഇത് ഇസഡ് നോട്ടിൽ നിന്ന് ഇസഡ് പ്ലസ് എച്ചിലേക്കുള്ള ലൈൻ ഉണ്ട്. അപ്പൊ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മള് വേണ്ട ഡെറിവേറ്റീവ് ഇതാണല്ലോ, ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ് എനിക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോഷ്യന്റ് എസ്റ്റിമേറ്റ് ചെയ്യുക. എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ എച്ച്. ക്യാപിറ്റൽ എഫിന്റെ ഡെഫിനിഷൻ ഞാൻ അപ്ലൈ ചെയ്തു. എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ഇന്റഗ്രൽ ഓവർ ദ ലൈൻ സെഗ്മെന്റ് ഫ്രം ഇസഡ് നോട്ട് ടു ഇസഡ് പ്ലസ് എച്ച് എഫ് ഓഫ് ഡബ്ല്യു ഡി ഡബ്ല്യു. അതുപോലെ എഫ് ഓഫ് ഇസഡിന്റെ ഡെഫിനിഷനും എഴുതി 1/h അവിടെയാണ്. ഇനി ഈ ഒരു ട്രയാങ്കുലർ പാത്ത് എടുത്തു കഴിഞ്ഞാൽ what is T? Where T is the triangular path Z naught Z plus H Z naught. അതായത് Z naught നിന്ന് തുടങ്ങി ഇങ്ങോട്ട് പോയി തിരിച്ചുവിടെ വരുന്നു ഈ ഒരു ഡയറക്ഷനിൽ. അതിൽ ഇന്റഗ്രൽ 0 ആണ് by the given hypothesis. Now you consider this difference. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ
You can write like this, and already നമുക്ക് ഇവിടെ so maybe you can write step. So what is f of z plus, that is 1 by h integral z naught to z plus h f of w dw minus integral z naught to z f of w dw minus f of z. ഇതല്ലേ? ഇനി ഈ ഒരു പ്രോപ്പർട്ടി ഇന്റഗ്രൽ ഓവർ ടി എഫ് ഈക്വൽ ടു 0, ആ ഇന്റഗ്രൽ ഓവർ ടി എനിക്ക് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാ? ഇന്റഗ്രൽ z നോട്ട് ടു z പ്ലസ് എച്ച് എഫ് പ്ലസ് ഇന്റഗ്രൽ z പ്ലസ് എച്ച് ടു z എഫ് പ്ലസ് ഇന്റഗ്രൽ z ടു z നോട്ട്. ഇതാണ് 0. അല്ലെ? ഇതിനെ ദിസ് ഈസ് ഇക്വാലൻ ടു, കുറച്ച് സ്പേസ് എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ ഇവിടെ എഴുതാം. ദിസ് ഈസ് ഇക്വൽ ടു ഇന്റഗ്രൽ z നോട്ട് ടു z പ്ലസ് എച്ച് എഫ്. ഈ അവസാനത്തതിന്റെ ഇതിന് ഞാൻ അതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ അത് മൈനസ് ആവും അല്ലെ? z നോട്ട് ടു z എഫ് മൈനസ് ഇന്റഗ്രൽ z നോട്ട് ടു z എഫ് പ്ലസ് ഇന്റഗ്രൽ z പ്ലസ് എച്ച് z എഫ്. ഇതാണ് 0. അപ്പൊ എന്റെ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ഇതിന്റെ നെഗറ്റീവ് അല്ലെ? ഇതിന്റെ നെഗറ്റീവ് കൊടുക്കാം. Right? Or I can replace this by integral z to z plus h f of w dw. അങ്ങനെയാണ് എനിക്ക് ഈ പറഞ്ഞ ടൈം കിട്ടിയത്. ഓക്കെ, ഇടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതി നോക്കുക. ഓൾറെഡി ഞാൻ സ്റ്റെപ്സ് എഴുതി, പക്ഷെ അതും കൂടെ പ്രൂഫിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോഴാണ് എനിക്ക് ഇത് കിട്ടിയത്. അപ്പൊ എനിക്ക് സോ ദിസ് ഡിഫറൻസ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദിസ്. ഇനി എന്താ പരിപാടി? ഇനി ഈസിയാണ്. കണ്ടിന്യൂറ്റി ഉപയോഗിച്ച് ഇതിനെ ബൗണ്ട് ചെയ്യുക. നൗ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, you can choose delta greater than 0 such that whenever w minus z less than delta, this is less than epsilon. അപ്പൊ എന്ത് ചെയ്യും? ആ ഇന്റഗ്രൽ എങ്ങനെ മാറും? ആ ഇന്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by h ഇൻറ്റു ഇന്റഗ്രൽ z to z plus h മോഡുലസ് ഓഫ് f of w minus f of z mod dw, that is less than epsilon ഇഞ്ഞ് പുറത്ത് വരും 1 by h, 1 by mod h അല്ലെ? 1 by mod h epsilon into integral z to z plus h mod dw. z to z plus h ഉള്ള ലൈനിന്റെ ലെങ്ത് എത്രയാ? mod h അല്ലേ? ആ mod h ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് mod h ആണ്. സോ mod h ക്യാൻസൽ ആക്കി you will get epsilon. So that is limit is h tends to 0, f of z plus h minus f of z by h is f of z. ഓൾറെഡി ഞാൻ ബാക്കി എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഇതിൽ നിന്ന് എസ് പ്രൈം ഓഫ് ഇസഡ് എഫ് ഓഫ് ഇസഡ് ആവും. എഫ് അനലിറ്റിക്കും ആണ്, സ്മാൾ എഫ് കണ്ടിന്യൂസും ആണ്. അതുകൊണ്ട് തന്നെ എഫ് അനലിറ്റിക് ആണ് ബിക്കോസ് സ്മാൾ എഫ് ഈസ് കണ്ടിന്യൂസ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെറിവേറ്റീവും അനലിറ്റിക് ആണ്. സോ ദെയർഫോർ എഫ് ഈസ് അനലിറ്റിക്. സോ ദിസ് റിസൾട്ട് ഈസ് കോൾഡ് മൊറേറാസ് തിയറം. പ്രൂഫ് വളരെ രസകരമായ പ്രൂഫാണ്. ഒറ്റ വായനയിൽ തന്നെ ഒരിക്കലും മറക്കാതെ ഇരിക്കുന്ന ചില പ്രൂഫുകൾ അങ്ങനെയാണ്. നമുക്ക് ഒറ്റ വായനയിൽ തന്നെ അത് മറക്കില്ല. ആ ജോമെട്രി, ഈ ഒരു ഫിഗർ മാത്രം മനസ്സിൽ മതി. ക്രൂഷ്യൽ ഐഡിയ ഈസ് ഹൗ ടു ഡിഫൈൻ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസഡ്. ഗൂസ്സാഡ് തിയറത്തിന്റെ പ്രൂഫും ഒക്കെ നമുക്ക് ഒരു വായനയിൽ തന്നെ അതിന്റെ പ്രൂഫ് നമ്മളെ മനസ്സിൽ നിൽക്കും. അപ്പൊ ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സസൈസ് ആയിട്ട് ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 2 എക്സസൈസ് ആണ്. കോഷീസ് തിയറത്തിൽ നിന്ന് കിട്ടുന്ന 2 കോഷീസ് തിയറം അല്ലെങ്കിൽ കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന 2 റിസൾട്ടുകളാണ് ഈ 2 ക്വസ്റ്റ്യൻസ്.
ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി 2 തിയറംസ് കൂടെ ഉണ്ട്, 2-3 തിയറംസ് കൂടെ ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.